ഹായ്. അപ്പോൾ ഇന്ന് ഉച്ചത്തേക്കുള്ള കൂട്ടാൻ വയ്ക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. അപ്പോൾ ഇന്ന് കുമ്പളങ്ങയും മുരിങ്ങക്കായയും ഒക്കെ കൂടിയിട്ട് ഒരു തേങ്ങ അരച്ചൊരു കൂട്ടാൻ, ഞങ്ങൾ പുളുങ്കറി എന്നൊക്കെ പറയേ. പല സ്ഥലത്തും പല പേരാണ് പറയണത്. ഇവിടെ പുളുങ്കറി എന്ന് പറയാറുണ്ട്. അപ്പോൾ കുമ്പളങ്ങയും മുരിങ്ങക്കായയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ ഇട്ട് ഉപ്പൊക്കെ ഇട്ട് വേവിക്കാൻ വെച്ച് അത് വെന്ത് വരട്ടെ. അപ്പോഴേക്കും നമുക്ക് തേങ്ങ ചിരകിയതും ജീരകവും ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ട് അരച്ച് വയ്ക്കും. എന്നിട്ട് വെന്ത് വന്ന കഷ്ണത്തിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതും ഒന്ന് വെന്ത് വരട്ടെ. അത് കഴിയുമ്പോഴേക്കും നമുക്ക് അരച്ച് വെച്ച തേങ്ങയില്ലേ, തേങ്ങ അരപ്പ് അതൊഴിച്ച് കൊടുക്കാം കേട്ടോ. നല്ല വേഗം നമുക്ക് തയ്യാറാക്കാൻ പറ്റും, എളുപ്പത്തിൽ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കറിയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് കടുക് വറക്കാം. കടുകും ഉലുവയും കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് കടുക് വറുത്ത് താളിച്ചൊഴിക്കുക. അപ്പോൾ ഊണ് കഴിക്കാനുള്ള സമയമൊക്കെ ആയി. പ്ലേറ്റൊക്കെ എടുത്ത് ചൂട് ചോറും പപ്പടവും പുളുങ്കറിയും ഇന്നലത്തെ മസാലക്കറിയും ഉണക്കമാന്തള വറുത്തതും കൂടി കൂട്ടിയിട്ട് നല്ലൊരു ഊണ് കഴിച്ചു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.